എവിടെയാടാ? ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞിട്ട് ആരെയും വരിക്ക് കണ്ടില്ലല്ലോ. എടാ അതല്ലടാ, എനിക്ക് ആ ക്രിസ്മസ് കേക്ക് കാണാതെ പോയതിന്റെ ടെൻഷൻ ഇതോട്ട് മാറിയിട്ടില്ല. ആ നീ അത് വിട്, നമുക്കിനി ന്യൂ ഇയറിന്റെ കാര്യം പ്ലാൻ ചെയ്യാം. എന്നാലും ഇന്നത്തെ ഓൺലൈൻ ക്ലാസ് ഒന്ന് കഴിയിട്ട്. ഓ ഇനി അങ്ങനെ ഒരു മാറണുണ്ടല്ലേ. എടാ ഇന്ന് നമ്മുടെ സബിത ടീച്ചറിന്റെ ക്ലാസ്സാ. ഓ ആ ഇടങ്ങേറി പിടിച്ച തലയ്ക്ക് വീട്ടിൽ പണിയൊന്നുമില്ലേ? എടാ അപ്പൊ അവളുമാരെ വിളിക്കണ്ടേ? അവളുമാരെയൊക്കെ ഞാൻ വിളിച്ചോളാം, നീ വേഗം ഇങ്ങ് എത്തിയാ മതി. എന്നാ ഓക്കേടാ. നീ എന്താ പരമു, ലോട്ടറി അടിച്ചോ നോക്കാണോ? ഈ തൊള്ളൊരു എടുത്തി എന്താ എന്താ പറഞ്ഞേ? ഒന്നുമില്ല ടീച്ചർ. പരമു എന്താ കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നത്? അത് ടീച്ചർ, അന്ന് എനിക്ക് നല്ല ജലദോഷം ഉണ്ടായിരുന്നു. എന്തു പറ്റി രാമു? ഭയങ്കര പണി. ഡോക്ടറെ കാണിച്ചില്ലേ? കാണിച്ചു ടീച്ചർ, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കും. എന്നാ രാമു റെസ്റ്റ് എടുത്തോ. ഓക്കെ ടീച്ചർ. ഇതാണല്ലേ നിന്റെ പനി, ശരിയാക്കി തരാം കേട്ടോ. ദൈവമേ, പുതുവർഷത്തെങ്കിലും സ്കൂളും തുറന്നു കിട്ടിയാ മതിയായിരുന്നു. ആരെ കൊണ്ടോ ഇവന്മാരൊക്കെ ശരിയാവാ. ഈ വർഷം എന്തായാലും ഇങ്ങനെയൊക്കെ പോയി. ഇനിയെങ്കിലും സ്കൂൾ തുറന്നില്ലെങ്കിൽ ഞങ്ങളെ പോലത്തെ ടീച്ചേഴ്സിന് ഊപ്പാട് വരും. സ്കൂൾ തുറന്നു കിട്ടിയാലേ ഇവന്മാരൊക്കെ നേരെ ആവൂ. ചായ റെഡി. പോയി. കാല് മാറ്റം കൂട്ടും. ഹാപ്പി ന്യൂ ഇയർ. എടാ പരമു, എടാ എണ്ണിക്കാ. എടാ ഹാപ്പി ന്യൂ ഇയർ ആയി. എടാ എന്താഘോഷിക്കാനടാ കേക്ക് പോലും ഇല്ലാതെ. എടാ നീ ഒന്ന് എണ്ണിച്ച് അങ്ങോട്ട് നോക്കടാ. എടാ എണ്ണിക്കടാ. നോക്ക്. എടാ അന്നത്തെ കേക്ക്. അതെ, ഇതെങ്ങനെ? എന്നാലും നീ ഇതെന്തിന്? എന്തായാലും എനിക്കറിയാം, ക്രിസ്മസിന്റെ ആഘോഷം കഴിഞ്ഞ് ന്യൂ ഇയർ ആഘോഷിക്കാൻ നമുക്ക് ഇങ്ങനൊരു കേക്ക് വാങ്ങാൻ കഴിയില്ലെന്ന്. ക്രിസ്മസിന് നമ്മൾ കേക്ക് ഇല്ലാതെ നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ട്. 2021 കടക്കുമ്പോൾ ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയും